ഇന്നലെ അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. അബോധാവസ്ഥയിൽ കണ്ട ഔട്ട് ഹൗസിൽ നിന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല. വിശദാംശങ്ങൾ ഡാനി പോൾ തൃശ്ശൂരിൽ നിന്ന് നൽകും. ഡാനി, പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണോ? ഇപ്പോൾ ഇനി എത്ര സമയമാണ് ഇനി ബാക്കിയുള്ളത്? പോസ്റ്റ്മോർട്ടം നടപടികൾ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നതനുസരിച്ച് ഏതാണ്ട് 11:15 ഇത് പൂർത്തീകരിച്ചുകൊണ്ട് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം പുതിയ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി വിഭാഗത്തിൽ കുറച്ചു സമയത്തേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനുള്ള ഒരു അവസരം ഇവിടെയുള്ളവർക്ക് നൽകുമെന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അത് കുറച്ചു സമയത്തേക്ക് മാത്രമായിരിക്കും. അതിനുശേഷം ഇപ്പോൾ നേരത്തെ ക്രമീകരിച്ചിട്ടുള്ള പ്രകാരം സംഗീത നാടക അക്കാദമി ഹാളിലേക്കും തുടർന്ന് അതിനുശേഷം ചാലക്കുടി മുനിസിപ്പാലിറ്റി ടൗൺ ഹാളിലേക്കുമാണ് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഇതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇതിൽ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നത് ഡോക്ടർമാരുടെ തന്നെ ഒരു സംശയത്തെ തുടർന്നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാകുന്നതിന് വേണ്ടി സജ്ജമാക്കിയത്. അതനുസരിച്ചാണ് നമ്മൾ രാത്രി തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം എത്തിക്കുകയും ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. ഇവിടെ വലിയൊരു ജനാവലി തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മോർച്ചയ്ക്ക് സമീപത്തിൽ തടിച്ചുകൂടിയിട്ടുള്ളത്. നിരവധി ആരാധകരും അതോടൊപ്പം തന്നെ CPM-ന്റെ സമുദ്രരായ നേതാക്കളും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ CPM നേതാക്കളുമായ UP ജയരാജൻ, അതോടൊപ്പം തന്നെ BP ജോസി, അദ്ദേഹം ചാലക്കുടി തന്നെയാണ്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ തുടങ്ങിയ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവർ ഇതിനുള്ള ക്രമീകരണങ്ങളും തുടരുകയാണ്. ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. തുടർന്ന് കാഷ്വാലിറ്റി പൊതുദർശനത്തിന് വെച്ച ശേഷം സംഗീത നാടക അക്കാദമിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാനി, അസ്വാഭാവികത സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹത സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോയത്. അവിടെ ലഭിക്കുന്ന സൂചനകൾ ആശുപത്രിയിൽ നിന്നും അല്ലെങ്കിൽ മണിയുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ ഒക്കെ ജനസംസാരമൊക്കെ ഏത് രീതിയിലാണ്? പ്രജീഷ്, ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഇതിൽ അദ്ദേഹം കരൾ രോഗത്തിന് വളരെയധികം ഗുരുതരാവസ്ഥയിലുള്ളതായിരുന്നു. അദ്ദേഹത്തിന് അതിന്റെ ചികിത്സ തുടരുകയും ചെയ്യുകയായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. ഈ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം മദ്യപിച്ചു എന്ന് പറയപ്പെടുന്നത്. പക്ഷെ അത് ഈ ഒരു രോഗാവസ്ഥയിൽ ഉള്ള ഒരു രോഗി ചെറിയ രീതിയിൽ പോലും മദ്യം എത്തിച്ചെന്നാൽ അത് വളരെ ഗുരുതരമായ സങ്കീർണമായ ആരോഗ്യ സ്ഥിതിയിലേക്ക് അദ്ദേഹം മാറ്റപ്പെടാം. അങ്ങനെ ഒരു ആ രീതിയിലുള്ളൊരു സ്വാഭാവിക രീതിയിലേക്കാണോ അതോ മെത്തനോൾ അകത്ത് ചെല്ലാൻ മാത്രമായ എന്ത് സാഹചര്യമാണോ ഉണ്ടായത് എന്ന് ഇതിനെല്ലാം തന്നെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അത്തരം ദുരൂഹതകളാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം വേണ്ടി വന്നതും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയത് അതിനുശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലുള്ളൊരു പൂർണ്ണമായൊരു നിഗമനങ്ങളിലേക്ക് ചെല്ലാൻ കഴിയുള്ളൂ. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമ്പോൾ അതിലൊരു പ്രാഥമികമായ ഒരു അനുമാനം അന്വേഷണ ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതൊരു പ്രാഥമികമായ ഒരു വിവരം മാത്രമായിരിക്കും നൽകുക. അത് പൂർണ്ണമായും വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ളതുമായിരിക്കില്ല. ആ രീതിയിലേക്ക് പോകണമെങ്കിൽ അതിന്റെ രാസപരിശോധന അടക്കമുള്ള റിപ്പോർട്ടുകൾ വരികയും തുടർന്നാണ് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയും ചെയ്യുള്ളൂ. ഈ ഒരു റിപ്പോർട്ട് പൂർത്തീകരിച്ചാൽ മാത്രമേ പോലീസിനെ അവരുടെ നിഗമനങ്ങളിൽ എത്തിച്ചേരാനും അത് അസ്വാഭാവികതയുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് വ്യക്തത വരുത്താനും കഴിയുകയുള്ളൂ. പ്രജീഷ്, ഡാനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മലയാളത്തിൻ്റെ മണിക്കിലുക്കം മായുമ്പോൾ അത് ദേശവും ഭാഷയും കടന്ന അഭിനയ ചാരുതയുടെ നഷ്ടം തന്നെയാണ്. ഒപ്പം നാട്യങ്ങൾ കലാകാരനപ്പുറം ഒരു കൂടപ്പിറപ്പിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് ചാലക്കുടി നിവാസികൾ. മണിയോടുള്ള ആദരസൂചകമായി ചാലക്കുടി ടൗണിലെ കടകൾ വൈകിട്ട് 6 മണി വരെ അടച്ചിടും. ദിൽജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ അന്തരിച്ച ചലച്ചിത്ര താരം കലാഭവൻ മണിയുടെ പൊതുദർശനം അല്പസമയത്തിനകം സംഗീതനാട അക്കാദമിയിൽ ആരംഭിക്കും. ഇപ്പോൾ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അദ്ദേഹവുമായുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. കലാഭവൻ മണി ഒരു ചലച്ചിത്ര താരം എന്നതിലുപരി ഒരു സാമൂഹ്യ രംഗങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം ഒരു സ്വീകാര്യനാകുന്നത്? കലാഭവൻ മണി കേരളത്തിനാകെ പ്രിയപ്പെട്ട കലാകാരനാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാമൂഹ്യ രംഗത്ത്
അദ്ദേഹം വലിയ തോതിലുള്ള ശ്രദ്ധ പതിപ്പിച്ചിരുന്നു എന്നതാണ്. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് എപ്പോഴും തൻ്റെ സ്വന്തം പ്രശ്നം പോലെ കാണാൻ കഴിഞ്ഞിരുന്നു. ഒരു പാവപ്പെട്ടവനായി സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിതം നയിച്ച മണിക്ക് എല്ലാ ഘട്ടത്തിലും സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും അധ്വാനിക്കുന്നവരോടും തൊഴിലാളികളോടും വലിയ പ്രതിപത്തി നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും അദ്ദേഹത്തിന് ഉയർന്ന തൊഴിലാളി വർഗ ബോധം പുലർത്തിപ്പോരാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായാണ് ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഉയർന്ന കലാകാരനായി നാടാകെ അംഗീകരിക്കുമ്പോഴും തൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം മറച്ചുവെക്കാൻ ഒരു ഘട്ടത്തിലും അദ്ദേഹം തയ്യാറായിട്ടില്ല. തൻ്റെ പക്ഷം ഇടതുപക്ഷമാണ് എന്ന് ഉച്ചത്തിൽ പറയാൻ തയ്യാറായ കലാകാരനാണ് മണി. നാടിനെ, നാട്ടുകാരെ അങ്ങേയറ്റം സ്നേഹിച്ച കലാകാരനായിരുന്നു അദ്ദേഹം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സ്വന്തം നാടായ ചാലക്കുടിയുടെ ഭാഗമായി എല്ലാ ഘട്ടത്തിലും അദ്ദേഹം നിറഞ്ഞു നിന്നത്. ഏത് സന്ദർഭത്തിലും ചാലക്കുടിയിൽ ഓടിയെത്തുന്നതും നാടിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുടെ ഭാഗമായിട്ട് തന്നെയാണ് കാണേണ്ടത്. അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന മണിയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം സംഗീത നാടക അക്കാദമിയിൽ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ആരംഭിക്കും. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ കലാകായിക രംഗങ്ങളിലെ നിരവധി പ്രമുഖരുമായി അദ്ദേഹത്തിനുള്ള അടുത്ത വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ആളാണ് കലാഭവൻ മണി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി ആയിരങ്ങളാണ് അല്പസമയത്തിനുള്ളിൽ സംഗീത നാടക അക്കാദമിയിൽ എത്തിച്ചേരുക. 91 വയസ്സിലും എഴുത്തിൻ്റെ ലോകത്ത് സജീവമാണ് മലയാളികളുടെ ഇഷ്ടകവി ചെമ്മനം ചാക്കോ. സ്വാർത്ഥ താല്പര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ഇക്കാലത്ത് നല്ല കവികൾ ഇല്ലാതാകുന്നതിന് കാരണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹാസ്യകവിതകളാൽ സാഹിത്യലോകത്ത് തൻ്റേതായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ചെമ്മനം ചാക്കോ വരികൾ തീർക്കാൻ ഇപ്പോഴും പുതിയ വിഷയങ്ങൾ തേടുകയാണ്. 1946 പ്രവചനം എന്ന കവിത പ്രസിദ്ധീകരിച്ചതിൻ്റെ അതേ ഊർജ്ജത്തോടെ. കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം മലയാള ഹാസ്യകവിതയിൽ കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള അദ്ദേഹം കവിതകളും ലേഖനങ്ങളുമായി 60-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. സ്വാർത്ഥ താല്പര്യം വർദ്ധിക്കുന്നതിനാലാണ് നല്ല കവികൾ വളർന്നു വരാത്തത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. വിമർശഹാസ്യ കവിതകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ദേശീയ വീക്ഷണം വേണം അത് എഴുതുന്നയാളിൽ. പിന്നെ അയാൾക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ കാണരുത്. വ്യക്തി നിരപേക്ഷമായ ഒരു സമീപനം നേതാക്കളിലും കവികൾ എഴുത്തുകാരിലും ഒന്നും ഇല്ലാത്തതാണ് അതിൻ്റെ കാരണം. കേരള സാഹിത്യ അക്കാദമിയുടേതടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹം മധ്യ കേരളത്തിലെ വൈക്കം താലൂക്കിൽ യോഹന്നാൻ കത്തനാരുടെയും സാറയുടെയും മകനായി 1926 മാർച്ച് 7-നാണ് ജനിച്ചത്. മലയാളികളെ ഏറെ ചിന്തിപ്പിച്ച ചിരിപ്പിച്ച അങ്ങേക്ക് ഇനിയും അതിന് ഒരുപാട് വർഷം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൈരളി എന്ന് പറഞ്ഞാൽ കേരള ഭാഷ എന്നാണ് അർത്ഥം. നിങ്ങളുടെ അഭിവൃദ്ധിക്കൊപ്പം ഈ 90 വയസ്സുകാരനും കൂടെ ഉണ്ടായിരിക്കും. ജയപ്രകാശിനൊപ്പം കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. മറയൂർ ചന്ദന റിസർവിനോട് ചേർന്നുള്ള മലനിരകളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പടരുന്ന കാട്ടുതീ നിയന്ത്രിക്കാൻ വനംവകുപ്പിന് ഇനിയുമായില്ല. വനസംരക്ഷണത്തിനായി വർഷാവർഷം കോടികൾ പൊടിക്കുമ്പോഴാണ് മറയൂർ വനമേഖലയിൽ ഈ അവസ്ഥ. കനത്ത വേനൽ ചൂടിൽ വനം വകുപ്പിന്റെ അനാസ്ഥയിൽ മറയൂർ മലനിരകളിൽ ഏക്കർ കണക്കിന് പുൽമേടുകളും ചോലമരങ്ങളുമാണ് കത്തി നശിക്കുന്നത്. സംരക്ഷിത ചന്ദനമര കാടുകൾക്കരികിലാണ് വിനാശകരമായ തീ പടർന്നു പിടിക്കുന്നത്. വനസംരക്ഷണത്തിനായി കോടികൾ വനം വകുപ്പ് ചെലവിടുമ്പോഴാണ് മറയൂർ വനമേഖലയിൽ ഈ സ്ഥിതി തുടരുന്നത്. സാധാരണ വേനൽ കടുക്കുന്നതിന് മുൻപ് വനമേഖലയിൽ ഫയർ ലൈൻ തെളിക്കുന്ന പതിവുണ്ട്.
EDC-കളുടെ സഹായത്തോടെ ഇത്തരം വനസംരക്ഷണ പ്രവർത്തനങ്ങൾ ഇത്തവണ നടക്കാത്തതാണ് ഗുരുതര സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കാലാകാലമായിട്ട് ഫോറസ്റ്റ് VSSന്റെ മുഖാനയായിട്ട് നമുക്ക് ഫയർ വാച്ചർമാരെ നിയമിക്കുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം അതങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തവണ ഫയർ വാച്ചറെ നിയമിച്ചിട്ടില്ല. അതുപോലെ ഫയർ ലൈനുകളും വെട്ടിയിട്ടുമില്ല. ഇത് വെട്ടാത്ത കൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള കാരണം. അടിയന്തരമായിട്ട് ഗവൺമെൻറ്റും അതുപോലെ ഫോറസ്റ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇത് ശ്രദ്ധയിൽ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫയർ വാച്ചർമാരെ നിയമിക്കണം. അതുപോലെ ഫയർ ലൈനുകളും വെട്ടിക്കണം. വെട്ടിച്ചാലും മാത്രമേ ഇനി തീപിടുത്തത്തിന് ഒരു തടസ്സമെടുത്താൻ പറ്റൂ. അല്ലെങ്കിൽ തീപിടുത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മറയൂർ മലനിരകളായ തീർത്ഥമല, കുളച്ചിവയൽ, ചനാൽമേട്, ചന്ദനക്കാടുകളായ പോത്തടിമല, ആദിവാസി പുനരധിവാസ കേന്ദ്രമായ മുരുകൻമല തുടങ്ങിയ പ്രദേശത്ത് കാട്ടുതീയിൽ ഇതിനോടകം തന്നെ വൻതോതിൽ ജൈവസമ്പത്ത് കത്തിനശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കരളിന്റെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ കരുണയുള്ളവരുടെ സഹായം തേടുകയാണ് കാസർഗോഡ് മുള്ളേരിയയിലെ ഹോട്ടൽ തൊഴിലാളി രാജേന്ദ്രൻ. 6 വർഷമായി ചികിത്സ നടത്തുന്ന രാജേന്ദ്രന്റെ കുടുംബം ഇപ്പോൾ കടബാധ്യതയിൽ ഞെരുങ്ങുകയാണ്. മാറ്റിവെക്കാൻ അനുയോജ്യമായ കരളും ധനസഹായവും ലഭിച്ചാൽ കുടുംബത്തിന്റെ ഏക ആശ്രയമായ രാജേന്ദ്രനെ രക്ഷിക്കാനാകും. കാസർഗോഡ് മുള്ളേരിയ വേങ്ങത്തൊടുക്കയിലെ തൊഴിലാളി കുടുംബത്തിലെ അംഗമാണ് രാജേന്ദ്രൻ. ഹോട്ടലുകളിൽ പാചക തൊഴിലാളിയായിരിക്കെയാണ് 6 വർഷം മുമ്പ് കരൾ രോഗം പിടിപെട്ടത്. ഇതോടെ തൊഴിലെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് രാജേന്ദ്രൻ. 18 സെന്റ് സ്ഥലവും നിർമ്മാണം പൂർത്തിയാകാത്ത വീടുമാണ് ആകെയുള്ള സമ്പാദ്യം. സ്കൂൾ വിദ്യാർത്ഥിനികളായ 3 പെൺമക്കളുമുണ്ട്. കിടപ്പാടം പണയപ്പെടുത്തി ചികിത്സയ്ക്കായി 10 ലക്ഷത്തോളം രൂപ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തു. രാജേന്ദ്രനെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ആഴ്ചതോറും കരളിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കണം. ഇതിനായി ആഴ്ചയിൽ 8000തോളം രൂപ കണ്ടെത്തണം. കരൾ മാറ്റിവെക്കാൻ O പോസിറ്റീവ് രക്തമുള്ളയാളുടെ കരൾ ലഭിക്കണം. 10 ലക്ഷത്തോളം രൂപയുടെ ചികിത്സാ ചെലവിനുള്ള പണവും കണ്ടെത്തേണ്ടതുണ്ടെന്ന് ഭാര്യ പ്രമീള പറഞ്ഞു. ഈ വെള്ളം എടുക്കുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ആൽബിൻ എന്നിട്ട് അതിന് 4250 രൂപയുണ്ട്. പിന്നെ അടുത്ത മരുന്നും വെള്ളം എടുത്ത ചാർജിനോടുമ്പോൾ 6-7000 രൂപയാണ് ആഴ്ചക്ക്. ലിവർ കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നു. തട്ടുകട ഇട്ടിട്ട് ജീവിതം പോകുന്നു. പിന്നെ കുറേ ലോണുണ്ട്. കുടുംബത്തെ സഹായിക്കാൻ വീടിന് മുന്നിൽ നാട്ടുകാർ നിർമ്മിച്ചു നൽകിയ ഷെഡിൽ ചായക്കട നടത്തി വരികയാണ് ഇപ്പോൾ രാജേന്ദ്രന്റെ ഭാര്യ പ്രമീളയും കുട്ടികളും. കരുണയുള്ളവരുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് ഈ കുടുംബം. സഹായങ്ങൾ പ്രമീളയുടെ പേരിൽ മുള്ളേരിയയിലെ സിൻഡിക്കേറ്റ് ബാങ്കിലെ SB അക്കൗണ്ടിലേക്ക് അയക്കാം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.